അങ്ങനെ കാത്തിരിപ്പിൻ്റെ വിരാമം വിട്ടുകൊണ്ട് നമ്മളെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് ദളപതി വിജയ് നായകനായി വരുന്ന ലിയോ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഞാൻ സിനിമയൊക്കെ കണ്ട് ഒരു രക്ഷയില്ല. അതിനെ കുറിച്ച് പറയാം, എല്ലാവരും ഈ തിയേറ്ററിൽ പടം കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെയാണെന്ന് കേട്ടു നോക്കാം. പടം സൂപ്പർ പടം. അഭിനയമൊക്കെ എങ്ങനെയാണ്? അഭിനയം വെറൈറ്റി ഒരു ഐറ്റം കേട്ടോ. കനകരാജിൻ്റെ സൂപ്പർ സ്ക്രിപ്റ്റ് സാധനം കൊള്ളാം. പടം കുഴപ്പമില്ല, കൊള്ളാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫൈറ്റ് കൊള്ളായിരുന്നു, പിന്നെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വിജയ് കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തവും വിജയ് ചെയ്തിട്ടുള്ള രീതിയും വ്യത്യസ്തമായിരുന്നു. വേറൊന്നും പറയാനില്ല, സംഭവം ഒക്കെയാണ് പൊളിയായിരുന്നു. പിന്നെ ഇവരെ പ്രതീക്ഷിച്ചേക്കാളും സംഭവം സൂപ്പറായിരുന്നു. ലോകേഷിൻ്റെ പടം സൂപ്പർ, അടിപൊളി പൊളിച്ച് സെറ്റപ്പായിരുന്നു, സൂപ്പറായിട്ട് ഞാൻ ആസ്വദിച്ചു, സൂപ്പറായിരുന്നു. പടം കുഴപ്പമില്ല, കിടിലം പടം. ലോകേഷ് എടുത്തു വെച്ചിരിക്കുന്നത് അടിപൊളി, ഒരു രക്ഷയില്ല. പക്ഷേ ഫസ്റ്റ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടം വേറെ ലെവൽ പടം, ഒരു രക്ഷയില്ല, അടിപൊളി പടം. മാറ്റം അതിൽ എന്ന് വെച്ചാൽ നമുക്ക് പഴയ ഇതൊന്നുമില്ല, പക്ഷേ ഇമോഷണൽ സീൻ ഒരുപാടുണ്ട്. പക്ഷേ പഴയ വിജയ് എന്ന് വെച്ചാൽ അത് ഏകദേശം മാറ്റാൻ നോക്കിയിട്ടുണ്ട്, എന്നാലും ഒരുവിധം എല്ലാം പക്കയായിട്ട്. ഇല്ല ഇത് ഫുൾ ലോകേഷ് പടം തന്നെ, ഒരു മാറ്റമില്ല, ലോകേഷിൻ്റെ പടം തന്നെ ഫുൾ സെറ്റ് സാധനം പൊളി, ഒരു ലോഡ് സർപ്രൈസ് ഉണ്ട്, സൂപ്പർ സാധനം ഐറ്റം കിട്ടില്ല. ലോകേഷ് ആക്ഷനാണ്. പിന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് രംഗങ്ങളുണ്ട്, അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ട് തന്നെ അറിയണം. ഓക്കെ, ഒന്നും ചെയ്യില്ല, കണ്ടു നോക്കണം. സൂപ്പർ, അടിപൊളി, സൂപ്പർ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് എന്തിനാണ് അടിപൊളിയാണ്, പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് അത് തന്നെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, സൂപ്പർ സിനിമ, ഒരു രക്ഷയില്ലാത്ത സിനിമ, കണ്ണേ വെച്ച് സൂപ്പർ സിനിമ. വിജയ് പൊളിയണ്ണ, ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല, ഒരു രക്ഷയില്ലാത്ത സിനിമ അണ്ണ, സൂപ്പർ ആയിട്ട് വിജയിക്കും. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു പടമൊക്കെ. വിജയ് പോലെ തന്നെയാണ്. കൂടുതൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൂടുതൽ പറയുന്നില്ല, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട്. പറഞ്ഞ പോലെ അവസാനത്തെ ഒരു 10 മിനിറ്റ്, അതുപോലെ അവസാനത്തെ 40 മിനിറ്റ് അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. വിജയന്റെ പെർഫോമൻസ് എല്ലാവരും കണ്ടു, നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവരും എക്സ്പീരിയൻസ് മേക്കിംഗ് ഒക്കെ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ വിക്രം, കൈതി എല്ലാം കണ്ടതാണ്, മാനവരം കൊണ്ട് നമ്മൾ കാണുന്നതല്ലോ. അതിൽ വസ്ത്ര ആണല്ലോ ഓൾറെഡി, അതിന് ആർക്കും ഡൗട്ടില്ല. ബാക്കി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. തിയേറ്ററിൽ കൊള്ളായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു. എന്തായാലും പോയി കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ നോക്ക്, പോയി കാണും. അടിപൊളി സൂപ്പർ, അടിപൊളി, വേറെ ലെവല്, സൂപ്പർ പടാ, അടിപൊളി സിനിമ, അടിപൊളി സിനിമയാണ്. നമുക്ക് വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാം, അടിപൊളി സിനിമയാണ്. നമുക്ക് കുറേ ട്വിസ്റ്റ് ഉണ്ട്, അതൊന്നും റിവീൽ ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നതാണ് നല്ലത്. അടിപൊളി സിനിമ, സൂപ്പർ പടം, ഇതുവരെ ഇല്ലാത്ത അടിപൊളി പടമായിരുന്നു. ലോകേഷിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും വന്ന് കാണണം, പടം സീന് പടമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര അതിനേക്കാളും നല്ല സീനാണ് പടം. വിജയനെന്ന് വെച്ചാൽ വിജയണം വേറെ ലെവലാണ്, അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, വിജയണം വേറെ ലെവലാണ്. പടം എല്ലാവരും വന്ന് കാണണം. ലോകേഷൊക്കെ സംഭവമാണ് എന്ന് വെച്ചാൽ പടം കാണണം, തിയേറ്റർ വേണ്ടി തന്നെ കാണണം കേട്ടോ, അല്ല വേറെ സീനില്ല. പടം നല്ല സൂപ്പർ പടം. പടം സൂപ്പറാണ്, ബ്ലോക്ക് ബസ്റ്ററാണ് പടം. ഓക്കെ, 100% ലോകേഷ് പടമാണ്. വിജയൻ്റെ തിരിച്ചുവരവാണ്. നമ്മുടെ ബീസിൻ്റെ ക്ഷീണം ഇതിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്.